അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ദിവസം ഇട്ട പോലെ തന്നെ മാഹിയിൽ നിന്ന് എടുത്ത വ്ളോഗ് തന്നെയാണ്. തിരിച്ച് വരുന്ന ദിവസത്തെ അന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിഷ് ബിരിയാണിയാണ് എന്നും ഉണ്ടാക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ ഉപ്പ്, മഞ്ഞൾ, മുളക് അതൊക്കെ തന്നെയാണ് തേച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ മസാല ഇവിടെ ഓൾറെഡി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ പിന്നെ എടുത്തിട്ടില്ല. ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് അങ്ങനെയൊക്കെ ഉള്ളത് ഇതൊക്കെ നോർമലായിട്ട് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അതുകൊണ്ട് അതൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇതാ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അതും മുളകൊക്കെ തേച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ ഫിഷ് ഫ്രൈയിങ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ മാംഗോ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി 2 മാംഗോ കട്ട് ചെയ്തിട്ട് മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാല് കുറച്ച് കട്ടയാക്കിയിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു. ആവശ്യത്തിന് മധുരമൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളി മാംഗോ ആയിരുന്നു. അപ്പോൾ മാംഗോൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ മാങ്ങ വെച്ചിട്ടുള്ള ഒരുപാട് ഐറ്റംസ് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ട്രൈ ചെയ്തു. പച്ചമാങ്ങ വെച്ചിട്ട് കറിയും, ഉപ്പിലിട്ട മാങ്ങ, അങ്ങനെ പിന്നെ വെറുതെ കഴിച്ചു. പിന്നെ പഴുത്ത മാങ്ങ അതിൻ്റെ വെറുതെ കഴിക്കുക, അങ്ങനെ ജ്യൂസ് അടിക്കുക, അതൊക്കെ തന്നെയായിരുന്നു പരിപാടി. അങ്ങനെ ഫസ്റ്റ് അടിച്ച് ഹസ്ബൻഡിന് ആദ്യം കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ബാക്കി എല്ലാവരും മാംഗോ ജ്യൂസൊക്കെ കുടിച്ചു. അപ്പോഴേക്കും അതാ മസാല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഫിഷ് ഫ്രൈ ഒക്കെ ഇട്ട് കൊടുത്ത് അതിലെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനിയിപ്പം ചോറുണ്ടാക്കണം. അപ്പോൾ ഇതാ നെയ്യൊക്കെ ഒഴിച്ച് അതിലേക്ക് സവാള കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് നീളത്തിൽ. എന്നിട്ട് അതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും വലിയ ഇഷ്ടമുള്ള സാധനമല്ല കേട്ടോ. ഈ ഡെക്കറേറ്റ് ചെയ്യാൻ ആരെങ്കിലും ഇപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അങ്ങനെയൊക്കെ ഓക്കെ. അല്ലാതെ ഞാനായാലും ഇപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പം ഇത് അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വലിയ ഇഷ്ടമുള്ള സംഭവമല്ല. ഇതിൽ അണ്ടിപ്പരിപ്പ് കഴിക്കും ഞാൻ, മുന്തിരി കഴിക്കില്ല. അങ്ങനെയൊക്കെയാണ് ചിലർക്ക് ഇഷ്ടമായിരിക്കും. ഇഷ്ടമുള്ളവരൊക്കെ ധാരാളമായിട്ട് ഇടുന്ന കാണാം. ദം ചെയ്യുന്ന സമയത്തും പിന്നെ വിളമ്പുന്ന സമയത്തും ഒക്കെ ഒരുപാട് ഇടുന്നവരുണ്ട്. അതൊന്നും എനിക്ക് എന്തോ പോലെയാണ്, ഒരുപാട് കാണുമ്പോഴും അത് കഴിക്കുമ്പോഴും ഒരു ഇതാണ്. അപ്പോൾ അതൊക്കെ ദമ്മിടാനുള്ള സംഭവങ്ങളൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ ചോറിൻ്റെ വെള്ളം തിളച്ച് വന്നപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. ഫിഷ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ആണ്. അതിൻ്റെ കൂടെ ചട്നി, അച്ചാറൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ നിർബന്ധമായിട്ടുള്ള കട്ടൻ ചായ ഉണ്ട്. പിന്നെ മാംഗോ ഉണ്ട്, കക്കിരി ഉണ്ട്, അതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. പപ്പടമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് എൻ്റെ വീട് കഴിഞ്ഞ് കുറച്ച് അടുത്ത് തന്നെ ആയിട്ട് ഒരു തട്ടുകട പോലെ ഉണ്ട്. അവിടെ ഒരു കോഴിക്കാലെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റം കിട്ടും. ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ്.
അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കോഴിക്കാല് എന്ന് പറയുന്നത് ചിക്കൻ്റെ അല്ല കേട്ടോ, അത് അതിൻ്റെ പേരാണ്, നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. നമ്മുടെ കപ്പയില്ലേ, പൂള എന്നൊക്കെ പറയുന്നത്, അപ്പോൾ അത് നീളത്തിൽ ഫ്രഞ്ച് ഫ്രൈസിനെ കട്ട് ചെയ്യുന്നല്ലോ അതേപോലെ കട്ട് ചെയ്യും, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇതാ ലഗേജും പിന്നെ കറിവേപ്പിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് സംഭവം. ഫ്രഞ്ച് ഫ്രൈസ് പോലെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടല്ല, അതിങ്ങനെ കൂട്ടിയിട്ട് ഒരുപാട് നീളത്തിലുള്ളത് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ഇതിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു കൊയിലാണ്ടിയൊക്കെ എത്തിയപ്പോൾ ആണ് ചായ വാങ്ങിയിട്ട് ഇതും കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരെ ബീച്ചിലോട്ടേക്കാണ് പോയത്. ഏകദേശം മഗ്‌രിബായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിസ്കരിച്ചിട്ടൊക്കെ പോകാമെന്ന്, പിന്നെ ഫുഡും കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഇനി വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനൊരു മൂഡുണ്ടാവില്ല. വന്ന് ഒരു കുറച്ച് സമയം എടുക്കുമല്ലോ ഒന്ന് പിന്നെ സെറ്റായി കിട്ടാൻ. ഞാനൊരു 1 വീക്കൊക്കെ എൻ്റെ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു. എനിക്കെപ്പോഴും അങ്ങനെയാണ്, തിരിച്ച് വന്നു കഴിഞ്ഞാൽ സെറ്റാവാൻ കുറച്ച് ടൈം എടുക്കും. അങ്ങനെ ഇതാ ബീച്ചിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു, നിസ്കാരമൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ തൊട്ട് മുന്നിൽ തന്നെയുള്ള ചായവാലയിലാണ് ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത്. അവിടുന്ന് ഒരു ബർഗറും പിന്നെ ഒരു സാൻഡ്വിച്ചുമാണ് ഷെയർ ചെയ്ത് ഞങ്ങൾ കഴിച്ചു. വലിയ വിശപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ ചായയും എൻ്റെ കൂടെ അവർക്ക് ജ്യൂസായിരുന്നു, ലൈമും മിൻറ്റ് ലൈമും ഒക്കെ. അങ്ങനെ അതൊക്കെ ആയിരുന്നു അന്നത്തെ വിശേഷങ്ങൾ. അപ്പം മാഹിയിലെ വ്ളോഗ് ഏകദേശം കഴിഞ്ഞു. ഏകദേശം എന്നല്ല, ഈ ഒരു സീരീസ് കഴിഞ്ഞു. ഇനി പോവുകയാണെങ്കിൽ ഞാൻ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ഇനി നമുക്ക് കോഴിക്കോടുള്ള വിശേഷങ്ങളായിട്ട് കാണാം. പറ്റുന്ന പോലെയൊക്കെ വീഡിയോസ് എടുത്ത് ഞാൻ വ്ളോഗ് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.